മനുഷ്യ ജീവനേക്കാൾ വലുതല്ല വേറൊന്നും. കഴിഞ്ഞ 1-2 ആഴ്ചയായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു വാർത്തയാണ് ഇറാൻ ഇസ്രായേൽ യുദ്ധത്തെപ്പറ്റി. ഇതിനെപ്പറ്റി ആഴത്തിൽ സംസാരിക്കാൻ മാത്രം അറിവുള്ള ഒരാളോ വലിയൊരു വ്യക്തിയോ ഒന്നുമല്ല ഞാൻ. പക്ഷേ കുറച്ച് കാര്യങ്ങളൊന്ന് പറയണമെന്ന് തോന്നി. 2 തലക്കിലുള്ള ആളുകളും അല്ലെങ്കിൽ കുറേ പേരെങ്കിലും ഒക്കെ തന്നെ വിശുദ്ധ യുദ്ധം എന്ന് കരുതി ആർപ്പ് വിളിക്കുന്ന ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ ഒരു സാമ്പത്തിക ആചാരമാണ്. ചിന്തിച്ച് നോക്കുന്നവർക്ക് ഒരു തരത്തിൽ പറഞ്ഞാൽ എന്താ, കുളം കലയ്ക്ക് മീൻ പിടിക്കുന്ന ഒരു പ്രക്രിയ. അത് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. എവിടെയൊക്കെ രക്തം ചിന്തുന്നോ അവിടെ ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്തുന്ന കുറച്ച് ആളുകളുണ്ട്. ഒരു തലക്കിൽ $1 ബില്യൺ ആയുധ ഡീലുകൾ ഒപ്പുവയ്ക്കുമ്പം മറുതലക്കിൽ ഇതേ ആയുധങ്ങളാണ് ബ്ലാക്ക് മാർക്കറ്റിലൂടെ വിറ്റഴിക്കപ്പെടുന്നത്. ആയുധ വ്യാപാരികളും ആഗോള സാങ്കേതിക നിക്ഷേപകരും ആഗോള ബാങ്കുകളും സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചവരല്ല, മറിച്ച് അധികാരത്തിന് വേണ്ടി കൊതിക്കുന്നവരാണ്. ഇങ്ങനൊരു സാഹചര്യം എങ്ങനെ ദുബായ് റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്യുന്നു എന്ന് കുറേ പേരൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കുന്നേ ഇല്ല. കാരണം പറഞ്ഞാൽ കഴിഞ്ഞ ഒരു 10-20 വർഷമായിട്ടുള്ള ദുബായുടെ ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ മനസ്സിലാവും, ദുബായ്ക്ക് പുറത്ത് എന്ത് നടന്നാലും അത് ദുബായ് റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്യത്തില്ല. പക്ഷേ ഇങ്ങനെയുള്ള യുദ്ധങ്ങളും മറ്റു സാഹചര്യങ്ങളെല്ലാം തന്നെ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത് സാധാരണക്കാരെയാണ്, കുഞ്ഞുങ്ങളെയാണ്, സ്ത്രീകളെയാണ്, അമ്മമാരെയാണ്. നമ്മുടെ തലമുറ മുന്നോട്ട് കൊണ്ടുപോകേണ്ട യുവത്വത്തെയാണ്. ഇതൊക്കെ തന്നെ എത്രയും പെട്ടെന്ന് സമാധാനപൂർണ്ണമായി മാറട്ടെ എന്നും യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിക്കട്ടെ എന്നും നമുക്ക് പ്രാർത്ഥിക്കാം. മറ്റെല്ലാ കാര്യങ്ങളും പിന്നീടത്തേക്ക് നമുക്ക് ചർച്ച ചെയ്യാം. മനുഷ്യ ജീവനേക്കാൾ വലുതല്ല വേറൊന്നും.